എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇനി കൽക്കി എന്ന് പറയുന്ന അവതാരം മറ്റു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. കാരണം ഓരോ പുരാണത്തിലും ഓരോ കുറച്ച് വ്യത്യാസത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം ശ്രീമദ് ഭാഗവതത്തിലെ ചില പ്രധാന പുരാണങ്ങളും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ ശംഭല ഗ്രാമത്തിലെ വിഷ്ണു യശസ് എന്നുള്ള പേരോടുകൂടി ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വളരെ ഉദാര മനസ്കനും ഭഗവത് ഭക്തി നിറഞ്ഞവനുമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ കുലത്തിലെ ഭഗവാൻ വിഷ്ണു കൽക്കി അവതാരം എടുക്കുമെന്നും അഷ്ടസിദ്ധികളും സൽഗുണ സമ്പന്നനുമായിരിക്കുമെന്നും പറയപ്പെടുന്നു. അപ്പൊ ചരാചരങ്ങളുടെ രക്ഷകനും സ്വാമിയും അദ്ദേഹമായിരിക്കും. അദ്ദേഹം ദേവദത്തം എന്ന പേരുള്ള വേഗതയേറിയ ഒരു കുതിരയിൽ കയറി കൂറ്റൻ വാളുകൊണ്ട് എല്ലാ ദുഷ്ടന്മാരെയും നിഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് തേജസ്സുറ്റ കിരണങ്ങൾ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം തന്റെ കുതിരമേൽ കയറി ഈ ഭൂമണ്ഡലം മുഴുവനും ചുറ്റി രാജാക്കന്മാരുടെ വേഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കൊള്ളക്കാരെ വധിക്കും. അങ്ങനെ എല്ലാ പ്രജകളുടെ ഹൃദയത്തിലും സ്വച്ഛത നിറയും. അങ്ങനെ ഭഗവാൻ കൽക്കിയുടെ ശരീരത്തിൽ തട്ടിവരുന്ന, അതായത് പവിത്രമായ വായു സ്പർശമേറ്റ് പുണ്യാത്മാക്കളായിട്ട് തീരുമെന്നും ആ ജനഹൃദയങ്ങളിൽ ഭഗവാൻ വാസുദേവൻ വസിക്കുന്ന അവരുടെ സന്താനങ്ങൾ മുമ്പത്തേക്കാൾ ബലവാന്മാരായിട്ടും ഐശ്വര്യവാന്മാരായിട്ട് തീരും. അങ്ങനെ എന്താ പറയാ, ഭഗവാൻ കൽക്കി അവതാരം എപ്പോ എടുക്കുന്നുവോ അപ്പൊ സത്യയുഗത്തിന്റെ ആരംഭം ആയിരിക്കുമെന്നും പറയുന്നു. കാരണം ഇതിനകത്ത് കുതിരയുടെ പേര് ദേവദത്തം എന്നാ പറയുന്നത്. കാരണം നമ്മൾ ഒരെണ്ണം പറയുമ്പോൾ വിചാരിക്കും എന്താണത്, തെറ്റാണോ? അല്ല, ചില പുരാണങ്ങളിൽ ചില വാക്കുകളുടെ വ്യത്യാസമുണ്ട്. കാരണം ഇതിൽ പിതാമഹന്റെ പിതാവായിരിക്കുന്ന ചന്ദനുവിന്റെ സഹോദരൻ ദേവാഭിയും ഇക്ഷാകു വംശിയായിരിക്കുന്ന മരുവും കലാപം എന്ന ഗ്രാമത്തിൽ നിവസിക്കുന്നുണ്ട്. ഇവര് മഹായോഗ ബലത്താല് യുക്തരാണ്. അപ്പൊ കലിയുഗ അവസാനം കൽക്കി ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അവര് വീണ്ടും ഭാരതത്തിൽ വരും. പൂർവത്തെ പോലെ ആചാരങ്ങളും ധർമ്മങ്ങളും പ്രാവർത്തികമാക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. ഇനി ബ്രഹ്മവൈവർത്തക പുരാണം പറയുന്നു, വൃക്ഷങ്ങള് കയ്യോളം എത്തുമ്പോൾ ജനങ്ങള് തള്ളവിരൽ വലിപ്പമാകും. ഇതിൽ വിഷ്ണു യശൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെ നാരായണ കലാംശജനും ബലവാന്മാരിൽ അതിബലവാനുമായിട്ട് കൽക്കി ഭഗവാൻ അവതരിക്കുന്നു പറയുന്നുണ്ട്. ദീർഘമായിരിക്കുന്ന വാള് കയ്യിലെടുത്ത് ഉയരമുള്ള കുതിരപ്പുറത്ത് കയറി 3 രാത്രി കൊണ്ട് ഭൂമിയിലെ മ്ലേച്ഛഗണങ്ങളെ ശൂന്യമാക്കും. അതിനുശേഷം അദ്ദേഹം സ്വയം അന്തർധാനം ചെയ്യും. ഭൂമിയിൽ അരാജകത്വം ഉണ്ടാകും. 4 വശത്തുനിന്നും കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകും. 6 രാത്രി വലിയതായിട്ടുള്ള കനപ്പെട്ട തുള്ളിമുറയാത്ത മഴയുണ്ടാകും. ഭൂമിയിൽ ജലം മാത്രമേ എങ്ങും കാണുകയുള്ളൂ. ഇതിനോടൊപ്പം 12 ആദിത്യന്മാർ ആകാശത്തിൽ ഉദിക്കും. തീക്ഷ്ണമായിട്ടുള്ള ചൂട് കൊണ്ട് ജലം ആവിയായി തുടങ്ങും എന്ന് ബ്രഹ്മവൈവർത്തക പുരാണത്തിൽ പറയുന്നുണ്ട്. ഇനി വിഷ്ണു പുരാണം പറയുന്നു, ശ്രൗതവും സ്മാർത്തവുമായിരിക്കുന്ന ധർമ്മം അത്യന്തം വിനാശമാകുന്ന കലിയുഗത്തില് ചരാചര ജഗദ്ഗുരുവും സർവാമയനും ബ്രഹ്മമയനുമായിരിക്കുന്ന ഭഗവാൻ വാസുദേവന്റെ അംശം ശംബല ഗ്രാമത്തിലെ പ്രധാനിയായിരിക്കുന്ന വിഷ്ണു യശസ് എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ വീട്ടില് അഷ്ടൈശ്വര്യ സമ്പന്നനും ആസീമ ശക്തിയുള്ളവനുമായിരിക്കുന്ന കൽക്കി രൂപത്തിൽ അവതരിച്ച് എല്ലാ മ്ലേച്ഛന്മാരെയും കള്ളന്മാരെയും ദുരാത്മാക്കളെയും സംഹരിക്കും. എല്ലാ ജഗത്തിനെയും സ്വന്തം ധർമ്മത്തിൽ പുനഃസ്ഥാപിക്കും. ഇപ്പൊ കലിയുഗം സമാപ്തമായി കഴിയുമ്പോൾ എല്ലാ ദേശവാസികളും വീണ്ടും പ്രബുദ്ധരാകുകയും അവരുടെ ബുദ്ധി സ്ഫടികം പോലെ ശുദ്ധമാവുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഉണ്ടാകുന്ന വിത്തുകളെ കൊണ്ട് എല്ലാ മനുഷ്യ ഗണങ്ങളെയും വർദ്ധിക്കും. അവരുടെ സന്താന പരങ്ങളിൽ നിന്ന് സത്യയുഗത്തിലെ ധർമ്മമാർഗികളായിരിക്കുന്ന പ്രജകള് ഉണ്ടാകുന്ന വിഷ്ണു പുരാണം. ഭവിഷ്യ പുരാണം പറയുന്നു, കലിയുഗത്തിലെ അന്തിമ പാദമാകുമ്പോൾ മനുഷ്യരെല്ലാം നരകപ്രാപ്തിക്ക് യോഗ്യരായി തീരും. അധർമ്മം നടനമാടും. അപ്പൊ യമരാജാവ് ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ ചെല്ലും. ഭഗവാനെ സ്തുതിക്കും. ഭഗവാൻ ശംബല ഗ്രാമത്തില് കശ്യപ പ്രജാപതിയുടെ പുനർജന്മമായിരിക്കുന്ന വിഷ്ണു യശസിന്റെ വീട്ടിൽ ജനിക്കും. വിഷ്ണു യശസിന്റെ പത്നിയുടെ പേര് വിഷ്ണു കീർത്തി എന്നായിരിക്കും. അവർ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീല കഥകള് ഒരു ഗ്രന്ഥമാക്കി ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കും. മൂഢന്മാരായിരിക്കുന്ന ജനങ്ങള് വിഷ്ണു യശസ്സിനെയും പത്നിയെയും കാരാഗൃഹത്തിൽ അടയ്ക്കും. പിന്നീട് അവതരിക്കുന്ന കൽക്കി ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കവചവും ഖഡ്ഗവും ധരിച്ച് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് അസുരാംശജരായിരിക്കുന്ന ജനങ്ങളെ മുഴുവനും നിഗ്രഹിക്കും. ഇപ്പൊ കൽക്കിയുടെ ദിഗ്വിജയം 16,000 സംവത്സരം പൂർത്തിയാകുമ്പോൾ ഭൂമിയിലെ മനുഷ്യര് ശൂന്യമായി തീരുകയും കലിയുഗം അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ കലി അസുര രാജാവ് ബലിയുടെ അടുത്തേക്ക് തിരിച്ചു പോകും. ഭൂമി പ്രളയജലത്തിൽ മുങ്ങും. അങ്ങനെ ഭഗവാൻ അതിനെ വീണ്ടെടുത്ത് യജ്ഞങ്ങളാൽ ദേവന്മാരെ പൂജിക്കും. ഇതൊക്കെയാണ് ഓരോ പുരാണങ്ങളിലും. നമ്മൾ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വേറൊന്നിൽ കുറച്ച് വ്യത്യാസത്തോടു കൂടി എല്ലാ പുരാണങ്ങളും പറയുന്ന ഒരു കാര്യം എന്താണ്? കൽക്കിയുടെ അവതാരം, ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും കൽക്കി അവതാരം
സംഭവിക്കും. അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? കൽക്കി എപ്പോഴാ സംഭവിക്കുന്നത്? കലിയുഗത്തില്. അപ്പൊ ആരാണ് ഈ കലി? അല്ലെ, നമുക്ക് നായകനാണ് ഇതിനകത്ത് കലി, അല്ലെ? കാരണം കലിയുഗം ആയതുകൊണ്ടാണ് കൽക്കി അവതാരം എടുക്കുന്ന ഭഗവാൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഖലേന, ആരാണ് ഖലേന? ഖലന. കലേന എന്ന് പറഞ്ഞാല് കലിയുടെ പേരാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന പുരുഷൻ ഈശ്വരനാണെങ്കിൽ 2ാം സ്ഥാനം കലിക്ക് കൊടുക്കണം, അല്ലേ? കാരണം ഇത്രയധികം വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വേറൊരു വ്യക്തിയില്ല കലിയെ കുറിച്ചാൽ. ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയൊക്കെ നമ്മൾ കലിയെ കുറിച്ചാണ് ഡിസ്കഷൻ, അവിടെയൊക്കെ ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഏറ്റവും നമ്മൾ എന്താ പറയാ, കലിയെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, എപ്പോ ഭഗവാൻ വരും, അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കലിയെ കുറിച്ചാണ്. ഇത്രയധികം പ്രബലനായിട്ടിരിക്കുന്ന ഒരു ശത്രു. അപ്പൊ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇത്രയും. കാരണം കലിയാണ് എല്ലാത്തിനും കാരണം. നമ്മൾ പറയുന്നത് എന്താ? കലിയുഗമല്ലേ, കലി ബാധിച്ചിരിക്കുന്നു അവനെ. അപ്പൊ ആരാണ് ഈ കലി? നമ്മൾ അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഭീഷണി പോലും ഇത്ര ഭയാനകമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം കലിയുടെ ഭയാനതയ്ക്ക് അത്ര ഭയങ്കരാണ്. അനേക ശ്ലോകങ്ങള്, കഥകള്, പുരാണങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ കലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കലിയുടെ പൂർവ്വചരിത്രം, കലിയുടെ കെടുതികള്, കലിദോഷ നിവാരണം, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ നമ്മൾ ആ സന്ദർഭങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ കലിയെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നത് എവിടെയാണ്? ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലാണ്. വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവത പുരാണത്തിന്റെ അനുപമമായിരിക്കുന്ന പ്രചാരണത്തിന് കാരണം കലിയാണെന്ന് തന്നെ പറയാം. യുവരാജാവായിരിക്കുന്ന പരീക്ഷിത്ത്, അല്ലെ, യാത്രയില് ഇരുമ്പ് തൊപ്പിയും കുടില മുഖവുമുള്ള ഒരു അപരിചിതനെ ആകസ്മികമായിട്ട് കണ്ടുമുട്ടുന്നതായിട്ട് ഭാഗവതം പറയുന്നു. അപരിചിതൻ ഒരു കാളയുടെ പുറത്ത് 4ാമത്തെ കാല് ഒടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കാള വളരെ ദയനീയമായിട്ട് കരയുകയാണ്. അതിന്റെ 3 കാലുകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു. പരീക്ഷിത്ത് ഈ അപരിചിതനുമായിട്ട് വഴക്കായി. കാരണം യുദ്ധത്തിന്റെ അവസാനം അപരിചിതൻ തോൽക്കുന്നു. ശേഷം അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. അയാൾ പറയാണ്, ഞാൻ കലിയാണ്, ഞാൻ കലിയെന്ന് പേരുള്ളവനും ഈ യുഗത്തിന്റെ അധികാരിയുമാണെന്ന് പറയുന്നു. അപ്പൊ പരീക്ഷിത്ത് കേവലം ഭാരതത്തിന്റെ അധിപനാണ്, അല്ലെ? താൻ ഈ ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ അധികാരിയാണത്രേ. അതുകൊണ്ട് തന്നെ മാനിക്കണമെന്ന് കലി പറയുന്നതില് തൽക്കാലം തോൽവി പറ്റിയ സ്ഥിതിക്ക് കലിക്ക് പരീക്ഷത്തിനോട് എന്താ പറയാ, ഇങ്ങനെ പറയാൻ പറ്റില്ല. താൻ ഈ ഭാരതത്തിന്റെ അധിപനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പരീക്ഷത്തിനോട് അത് എന്താ പറയാ, പുള്ളിയുടെ ആ ഒരു എന്താ പറയാ ധാർഷ്ട്യം നടന്നില്ല. കാരണം എന്താ? പരീക്ഷിത്ത് കലിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പൊ കലിയെ വധിക്കാൻ നിശ്ചയിച്ചതാണ് പരീക്ഷിത്ത്. അപ്പോൾ ആ ഒരു ധർമ്മശക്തിയുടെ, ഈശ്വര പുണ്യത്തിന്റെ കഴിവ്. കാരണം പരീക്ഷിത്ത് ശ്രീകൃഷ്ണനാൽ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്, അല്ലെ? ഗർഭത്തിലെ ശ്രീകൃഷ്ണ ദർശനം കിട്ടിയ ആളാണ് പരീക്ഷിത്ത്. അപ്പൊ പാണ്ഡവന്മാരുടെ കുലം മുഴുവൻ മുടിക്കാൻ അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രം അന്ന് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിനെയും വിട്ടില്ല. എന്നാൽ ഇതറിഞ്ഞ ഭഗവാൻ സൂക്ഷ്മ ശരീരമെടുത്ത് ഗർഭത്തിന് കാവലായിട്ട് തന്റെ സുദർശന ചക്രമേന്തി നിലകൊണ്ടു എന്ന് കഥ. അപ്പോ അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിന് പരീക്ഷത്തിന് തൊടാൻ സാധിച്ചില്ല. അപ്പൊ ജനിച്ചു കഴിഞ്ഞപ്പോ പരീക്ഷിത്ത് താൻ ഗർഭത്തിൽ വെച്ച് കണ്ട സുന്ദര പുരുഷനെ പലയിടത്തും തെരഞ്ഞു. കാണുന്നവരെ എല്ലാം പരീക്ഷിച്ചു നോക്കി. അങ്ങനെയാണ് പരീക്ഷിത്ത് എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ കൃഷ്ണനാൽ പരീക്ഷിക്കപ്പെട്ടവർ കലിയാൽ ഗ്രസിക്കപ്പെടുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? പരീക്ഷിത്ത് വളർന്നപ്പോഴേക്കും ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹിതനായി കഴിഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ പാദം ഭൂമിയിൽ നിന്ന് എന്ന് അപ്രത്യക്ഷമായോ അന്ന് വരെ അവസാനം കിട്ടാതെ കാത്തിരുന്ന കലി ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ ഉള്ളിടത്തോളം കാലം കലിക്ക് ഭൂമിയിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. വാസ്തവത്തിൽ കലി ഒരു 100 വർഷം മുമ്പേ തന്നെ ഭാരതത്തിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. കൃഷ്ണന്റെ സാന്നിധ്യമാണ് കലിയെ തന്റെ ആ ഒരു കർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അപ്പൊ പരാജിതനായിട്ടിരിക്കുന്ന കലിയുടെ കഥ കഴിക്കാൻ ആഗ്രഹിച്ച പരീക്ഷിത്ത് മഹാരാജാവ് പക്ഷെ അല്പമൊന്ന് ആലോചിച്ചപ്പോ പുണ്യബലത്താല് സൃഷ്ടി രഹസ്യം തെളിഞ്ഞു പ്രകാശിച്ചു. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഒരിക്കല് സംഹരിക്കപ്പെടും, അല്ലെ? അതാണ് സനാതന നിയമം. അപ്പോ ധർമ്മവാൻ പ്രകൃതി നിയമത്തെ ധിക്കരിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത്. അതുമായിട്ട് താൻ അതിനെ നിഷേധിക്കാൻ ശ്രമിച്ചാലും പ്രബലമായിരിക്കുന്ന പ്രകൃതിയുടെ ഇച്ഛ ഒരുപക്ഷെ തനിക്ക് വിപരീതമായിട്ട് നീങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ ഗുണത്തിന് എന്താ പറയുക ചെയ്തത് ദോഷമാകാൻ വഴിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷിത്ത് അദ്ദേഹത്തെ കൊല്ലാതെ വിടുകയാണ്, കലിയെ വധിക്കുന്നില്ല. മറ്റൊന്നുകൂടി പരീക്ഷത്തിന് കാണാനായി. എന്തെന്നാല് ഈശ്വര ഭജനത്തിന് ഇത്രയും അനുകൂലമായിരിക്കുന്ന ഒരു യുഗം മറ്റൊന്നില്ല. ഇപ്പൊ മുക്തിക്കോ ഭക്തിക്കോ കലി ദോഷമേശുകയില്ല. തന്നെയുമല്ല, അനേക യുഗങ്ങളിൽ ചെയ്ത കഠിന തപസ്സുകൾക്ക് പകരം കലിയുഗത്തില് ഏതാനും വഴികളിലൂടെ ശ്രദ്ധ മതിയാകും. കുറച്ച് സമയം മതി, ഏതാനും നാഴികകൾ മതി.
അപ്പൊ താനും പൊതുവെ ധർമ്മത്തിനും സദാചാരത്തിനും മാത്രമേ കലി ഹാനികരമാകുന്നുള്ളൂ. ഇത് കണ്ടറിഞ്ഞ പരീക്ഷിത്ത് ഈശ്വരന്റെ അനിഷേധ്യ നിയമമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം കലിയെ സംഹരിച്ചില്ല. പകരം കലിക്ക് വസിക്കാൻ ആവശ്യപ്രകാരം 4 സ്ഥലങ്ങൾ കൊടുക്കുകയാണ്. എന്തൊക്കെയാണവ? മദ്യപാനം, ചൂതുകളി, വ്യഭിചാരം, ഹിംസ. അപ്പൊ ഇങ്ങനെ 4 സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിച്ചു പരീക്ഷിത്ത്. അങ്ങനെ പക്ഷെ കലി ഇതുകൊണ്ട് തൃപ്തനായില്ല. കാരണം എന്താ? മേൽപ്പറഞ്ഞ 4 നീച സ്ഥലങ്ങളാണ്. തനിക്ക് ഇരിക്കാൻ നല്ല സ്ഥലം, ഒരു സ്ഥലം എനിക്ക് തരണം, അല്ലേ? ഇപ്പൊ രാജാവിനോട് പറയണം, എനിക്ക് എന്താ ഈ മോശം സ്ഥലങ്ങളാണോ അങ്ങ് തരുന്നത്, എനിക്ക് ഒരു നല്ല സ്ഥലം തരൂ എന്ന് പറഞ്ഞപ്പോ പരീക്ഷിത്ത് കൊടുക്കുന്ന സ്ഥലമാണ് സ്വർണം. അങ്ങനെ സ്വർണം കൂടി കൽക്കിക്ക് ഇരിപ്പിടമായിട്ട് അനുവദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ കൽക്കി വളരെ സന്തോഷവാനായി. ഇന്നും 5 സ്ഥലങ്ങളിലാണ് കൽക്കി നിവസിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞ ഈ 5 സ്ഥലങ്ങളും അധാർമികത, അല്ലെ, ഭയാനകതയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെ? കലിയുഗത്തിലെ മദ്യം, ചൂതാട്ടം, വ്യഭിചാരം, ഹിംസ, സ്വർണം, ഈ 5നും പരമസ്ഥാനം കൈവരിച്ചിരിക്കുന്ന സമയമാണ് കലിയുഗം എന്ന് പറയുന്നത്. ഇതിൽ സന്തോഷവാനായിട്ടിരിക്കുന്ന കലി ചെയ്തത് എന്താണ്? പരീക്ഷത്തിന്റെ സുവർണ കിരീടത്തിൽ തന്നെ ആദ്യത്തെ ചുവട് വെച്ച് കയറി. തന്റെ ആവാസ സ്ഥാനം വളരെ ചാതുര്യത്തോടുകൂടി കലി പരീക്ഷിത്ത് തന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ കിരീടത്തിൽ പ്രവേശിച്ചു. അതിന്റെ പരിണിത ഫലം നമ്മൾ പിന്നെ കണ്ടു, ഇല്ലേ? കിരീടം വെച്ച പരീക്ഷത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ബുദ്ധി ഭ്രംശിക്കപ്പെടുന്നു. നായാട്ടിന് പോയ രാജാവ് ഋഷിയുടെ ശാപം ഏറ്റുവാങ്ങി. 7-ാം നാള് തക്ഷകൻ കടിച്ച് മരിക്കാൻ വിധിയും സമ്പാദിച്ചു. നോക്കൂ, കലി പ്രവേശിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നാശത്തിന്റെ ആ വിത്ത് പാകുകയാണ്. മരണം 7 നാളുകൾ, ഇല്ലേ? അതും വിഷമേറ്റ്. ആ ശ്രീകൃഷ്ണന്റെ പൂർണ്ണ പരിരക്ഷണയില് വന്ന ആ പരീക്ഷത്തിന്റെ മരണം എങ്ങനെയാ? തക്ഷകൻ എന്ന് പറയുന്ന വിഷസർപ്പത്തിന്റെ ദംശനമേറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആ കലി കിരീടത്തിൽ പ്രവേശിച്ചു. രാജാവിന് മനം പിടഞ്ഞു. കാരണം അതിന് പ്രതിവിധിയായിട്ട് അദ്ദേഹം കേട്ടത് എന്താ? ഭാഗവതം കേട്ടു. 7-ാം നാള് തക്ഷക വിഷമേറ്റ് ശരീരം ദഹിച്ചുവെങ്കിലും ആത്മാവ് ഭഗവാനായിരിക്കുന്ന ആ ഒരു മഹാവിഷ്ണുവിന്റെ, അല്ലെ, ശ്രീകൃഷ്ണനില് ലയം പ്രാപിച്ചു. അങ്ങനെ കലി എന്ന ആ ഒരു ശക്തിമായിട്ടുള്ള പരിചയം ആ സംഭവത്തിലെ പരീക്ഷത്തിനെ കൊണ്ട് എത്തിച്ചു, അല്ലെ? ആരെ പരീക്ഷിച്ച് നടന്നുവോ അവനാൽ അവസാനം പരിരക്ഷിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പൊ കലി കാലൊടിക്കാൻ ശ്രമിച്ച കാള ധർമ്മമായിരുന്നു. ധർമ്മത്തിന് 4 കാലുകളുണ്ട്: ദയ, ദാനം, ശുചിത്വം, സത്യം. അപ്പൊ സത്യയുഗത്തിൽ ധർമ്മത്തിന് ഈ 4 പാദങ്ങളും ഉണ്ടായിരിക്കും. ക്രമേണ മനുഷ്യൻ തന്റെ സ്വാർത്ഥത വർദ്ധിക്കുന്തോറും ത്രേതായുഗത്തില് ദയ ഇല്ലാതാകും, ദ്വാപരത്തിൽ ദാനം ഇല്ലാതാകും, കലിയിലെ ശുചിത്വം പോവുകയും ചെയ്യും. അപ്പൊ 4-ാം കാലായിരിക്കുന്ന സത്യത്തെ ഒടിക്കാനാണ് കലി ശ്രമിച്ചതെങ്കിലും നടന്നില്ല. അതിനർത്ഥം സത്യം എന്ന ഏകപാദത്തിലെ ധർമ്മം കലിയുഗത്തില് നിലനിൽക്കുന്നു. അതാണ് സത്യം. ആ പ്രബലതയുടെ രൂപത്തില് കലിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവിക്കുക. അതുകൊണ്ടാണ് കലിയുഗത്തിൽ സത്യത്തിനെയും ഈശ്വരനെയും അന്വേഷിക്കാനുള്ള പ്രവണത സിദ്ധിക്കുന്നത്. സത്യത്തിന് താമസിച്ചാണെങ്കിലും വിജയം കലിയുഗത്തിൽ സുനിശ്ചിതമാണ്. നമ്മൾ പറയല്ലേ, അനേക കാലം നമുക്ക് സത്യത്തെ മൂടി വെക്കാം, പക്ഷേ ഒരു ദിവസം എന്താ പറയാ, എല്ലാം മറനീക്കി സത്യം പുറത്തു വരുന്നു നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂര്യനോട് പറയുന്നത്, സത്യസ്യ അഭിഹിതം മുഖം, മറച്ചു വെച്ചിരിക്കുന്ന മുഖത്തെ കാണിക്കൂ ഭഗവാനെ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പോ എന്താ പറയാ, കലിയുഗം എന്ന് പറയുന്നത്, കലി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, നമ്മളിലെല്ലാം ബാധിക്കാനുള്ള ആ ഒരു പ്രവണത വളരെ കൂടുതലാണ്. അപ്പൊ പ്രളയകാലം അവസാനിച്ചപ്പോ ജഗത്പിതാവായിരിക്കുന്ന ബ്രഹ്മാവിന്റെ പുറത്തു നിന്നും പാപസ്വരൂപിയായിട്ടുള്ള അധർമ്മത്തിന്റെ മിഥ്യയുടെ ജന്മമുണ്ടായി എന്ന് കലിയുടെ വേറൊരു കഥ പറയുന്നുണ്ട്. കലി ആരാണെന്ന് ചോദിച്ചതിന്. അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ? അധർമ്മത്തിന്റെ ഭാര്യയാണ്. അവൾക്ക് പൂച്ചക്കണ്ണുള്ളവളാണ്. അവന് ദംഭൻ എന്നു പേരുള്ള ഒരു പുത്രൻ ജനിച്ചു. അവൻ വളരെ തേജസ്വിയായിരുന്നുവെങ്കിലും മഹാക്രോധ സ്വഭാവിയായിരുന്നുവെന്നും മിഥ്യയിൽ നിന്ന് മായ എന്നൊരു കന്യക ഉണ്ടായി എന്നും ദംഭൻ തന്റെ സഹോദരിയായ മായയെ തന്നെയാണ് പത്നിയാക്കിയത്. അവളുടെ ഗർഭത്തിൽ ലോഭൻ എന്നൊരു പുത്രനുണ്ടായി. നികൃതി എന്നൊരു കന്യകയും ഉണ്ടായി. അപ്പൊ ലോഭനും സഹോദരിയായ നികൃതിയും ക്രോധൻ എന്ന ഒരു പുത്രനെ ഉൽപ്പാദിപ്പിച്ചു. ക്രോധന് ഹിംസ എന്നൊരു സഹോദരി ഉണ്ടായി. ഈ ഹിംസയുടെ ഗർഭത്തില് ക്രോധന് ജനിച്ചവനാണ് സാക്ഷാൽ കലി. ഇതിന്റെ അർത്ഥം, ആന്തരിക അർത്ഥം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളെയാണ് ഇതിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. അപ്പൊ അവൻ ജനിച്ചപ്പോ തന്നെ തന്റെ ഇടത് കൈ കൊണ്ട് സ്വന്തം ജനനേന്ദ്രിയം ഉയർത്തിപ്പിടിച്ചിരുന്നു. കറുത്ത അഞ്ജനത്തിനെ പോലെ തിളങ്ങുന്നവനായിരുന്നു ദേഹം. അവന്റെ വയർ വളരെ വലുതായിരുന്നു. വായു വിസ്തൃതമായി
ഇളക്കിക്കൊണ്ടിരുന്നു. ആ അതിലെ നാക്ക് പുറത്തേക്ക് ഇട്ടിരുന്നു. അഴുകിയ ഉള്ളതായിരുന്നു അവന്റെ ശരീരം. അതിൽ നിന്ന് പുറത്തു വന്ന് കൊണ്ടിരുന്നത് ചൂത, മദ്യം, സ്ത്രീ, സ്വർണം. ഇവയിലെല്ലാം തന്നെ കലി നിവസിക്കാൻ തുടങ്ങി എന്നും പറയുന്നു. അപ്പൊ ഈ കലി ആ ഒരു ദുരുക്തി എന്ന പേരിൽ തന്റെ സഹോദരന്റെ ഭയം എന്ന പേരുള്ള ഒരു പുത്രനെ, മൃത്യു എന്ന പേരുള്ള ഒരു കന്യകയും ജനിപ്പിച്ചുവെന്നും, ഭയത്തിൽ നിന്ന് മൃത്യുവിൽ നിന്ന് നിരയൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി, അവന് യാതന എന്ന പേരുള്ള സഹോദരി ഉണ്ടായി. അപ്പൊ നിരയന് യാതനയുടെ ഗർഭത്തിൽ ആയിരക്കണക്കിന് പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. ഇങ്ങനെ ധർമ്മ മര്യാദകളെ പാലിക്കാത്തവരുടെ കുലത്തില്, അതുകൊണ്ടാണ് ഈ കലിയുഗത്തില് സഹോദരി സഹോദരന്മാർ പോലും വിവാഹത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത്. അനേകം ധർമ്മ നിന്ദകൾ ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ കലിയുടെ ബന്ധുക്കളും സേവക ഗണങ്ങളും ഇടതടവില്ലാതെ കലിയുഗത്തില് ഉഗ്ര സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കലിയുഗം. കാരണം സ്വന്തം യുഗത്തിലെ ജനങ്ങളെ മുഴുവനും നാശഭ്രഷ്ടരാക്കി എന്ന് കൽക്കി പുരാണത്തിൽ പറയുന്നുണ്ട്. എല്ലാവരെയും കൊന്നൊടുക്കുകയാണ് കൽക്കി. കാരണം എല്ലാം അധർമ്മികളായിട്ട് തീർന്നു. ഇനി നമുക്ക് ഈ കലിയുടെ കഥ നമുക്ക് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഒന്ന് നോക്കാം. കാരണം നമ്മളെപ്പോഴും ഈ കഥകളെല്ലാം കഥയുടെ പുറകിലുള്ള തത്വത്തെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബ്രഹ്മാവിന്റെ പുറത്തു നിന്നും അധർമ്മം ജനിച്ചു. അതായത് മറ്റാരും സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ലോകത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അധർമ്മം എന്നർത്ഥം. അപ്പൊ ഈ അധർമ്മം മിഥ്യ അഥവാ കള്ളത്തരങ്ങളോടൊത്ത് ചേരുമ്പോൾ ഒരുവന്റെ മനസ്സിൽ ക്രോധമുണ്ടാകുന്നു. അപ്പൊ ക്രോധമുണ്ടാകുന്ന മനുഷ്യർക്ക് കാപട്യം വർദ്ധിക്കും. അവര് ലോഭികളായിട്ട് തീരും, അല്ലെ? ലോഭം കൊണ്ട് കൊലപാതകങ്ങൾ നടത്തും. കൊലയുടെ പാപങ്ങളിൽ നിന്ന് കാമവാസനയുടെ പ്രതീകമായിരിക്കുന്ന കലുഷത ഭൂമിയിൽ ഉടലെടുക്കും. അതാണ് കലി. അപ്പൊ കലുഷതകളിൽ നിന്നും ദുരുക്തി അഥവാ വേണ്ടാത്ത ചിന്തകള്, ഈ ചിന്തകളിൽ നിന്ന് ഭയത്തിൽ നിന്ന് മരണം, അപമാനം, യാതനകൾ, ഇതെല്ലാം ഉടലെടുക്കുന്നു. ഇതിനെ നമ്മൾ തത്വാർത്ഥപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ തത്വം. ഇങ്ങനെ പരീക്ഷിത്ത് കഥയെയും നമുക്ക് ആധ്യാത്മികമായിട്ട് വിശകലനം ചെയ്യണം. കാരണം ഈ കലിയെ നാം മഹാഭാരതത്തിലാണ് കണ്ടുമുട്ടുന്നത്, അല്ലെ? അപ്പൊ നളന്റെ കാലിലെ ഉപ്പൂറ്റിയിലൂടെ കടന്നു ചെന്ന് ബാധിക്കുന്ന ദോഷശക്തിയാണ് കലി. അപ്പൊ കാർക്കോടകന്റെ ദംശനത്താൽ കലി വിട്ടുമാറുന്നു. അപ്പൊ കലിയുടെ സിൽബന്ധിയായിട്ടാണ് ദ്വാപരൻ അല്ലെങ്കിൽ കശ്യപ പ്രജാപതികൾക്ക് മുനി എന്നുള്ള ഭാര്യയില് ഉണ്ടായ ആളാണ് കലി. കലി ഒരു ഗന്ധർവനായിരുന്നു എന്ന് പറയണു. നളചരിതം കലിയുടെ കൂടെ കഥയാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ പരീക്ഷിത്ത് കഥയെ നമ്മൾ ആധ്യാത്മികമായിട്ട് നോക്കുകയാണെങ്കിൽ കലി പരീക്ഷത്തിനെ കണ്ടെത്തുന്നു, അഥവാ അവര് തമ്മിൽ കണ്ടുമുട്ടുന്നു. ആ കഥയെ നമ്മൾ സ്ഥൂല ദൃഷ്ടിയോടെ വായിച്ചാൽ വാസ്തവത്തിന് നിരക്കാത്തതാണ്, അല്ലെ? ഇനി ധർമ്മത്തെ സൂചിപ്പിച്ച ഒരു കാള, രണ്ടാമത്തത് കലിക്ക് വസിക്കാൻ നൽകിയ 5 സ്ഥലങ്ങള്. എന്നാൽ ഇതിനെ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ കഥയേക്കാൾ ഉപരി ഒരു സൂക്ഷ്മ തലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ആ സൂക്ഷ്മാർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ സൂക്ഷ്മാർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാവുള്ളൂ. പരീക്ഷിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്, കലി എന്ന് പറയുന്നത് മനസ്സ്. അപ്പൊ ബുദ്ധി വിവേകപ്രധാനവും മനസ്സ് വികാരപ്രധാനവുമാണ്, നമുക്കറിയാം, അല്ലെ? അപ്പൊ പ്രവേഗമുള്ള മനസ്സ് ധർമ്മ മര്യാദകളെ പാലിക്കുകയില്ല. അതിന് ദാനം, ദയ, ശുചിത്വം ഇവയോട് വലിയ ഒരു മമത ഉണ്ടാവില്ല. മാത്രമല്ല സത്യത്തിനോട് നിഷേധവുമായിരിക്കും. അപ്പൊ സത്യത്തെ എങ്ങനെയെങ്കിലും കുഴിച്ചുമൂടുക എന്നുള്ളതാണ് മനസ്സിന്റെ ലക്ഷ്യം. അഥവാ ഈ യുഗത്തിൽ ജനിക്കുന്ന മനുഷ്യരില് ഈശ്വര നിഷേധം വർദ്ധിച്ചിരിക്കുന്ന അർത്ഥം. അപ്പൊ ദാനം, ദയ, ശുചിത്വങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവര്. അപ്പൊ സത്യത്തെ നിഷേധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോ ബുദ്ധി എന്താണ്? ബുദ്ധിശക്തി അതായത് പരീക്ഷിത്ത്, അതായത് എന്തിനേയും പരീക്ഷിക്കാൻ സ്വഭാവമുള്ള മനസ്സിന്റെ തലത്തെയാണ് ഇത് പറയുന്നത്. എന്തിനേയും പരീക്ഷിക്കുന്ന സ്വഭാവമുള്ളത് ബുദ്ധിയാണ്, അല്ലെ? പരീക്ഷിച്ചറിയുക. അപ്പൊ മനസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശരീരം എന്ന വസ്തുവിന്റെ താൽക്കാലിക നിലനിൽപ്പിന് ബുദ്ധിക്ക് മനസ്സിന്റെ സഹായം ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ശരീരമാണല്ലോ ബുദ്ധിയുടെ ഇരിപ്പിടം. അതുകൊണ്ട് മനസ്സിനെ ബുദ്ധിക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. ബുദ്ധി തനിക്ക് വഴങ്ങി എന്ന് തിരിച്ചറിയുന്ന മനസ്സ് ബുദ്ധിയെ കൂടി മെല്ലെ മെല്ലെ ഗ്രസിക്കുന്നു. അതാണ് കലിയെ നിഗ്രഹിക്കാൻ ആശിച്ചിട്ടും പരീക്ഷിത്ത് അത് ചെയ്യാത്തത്, ഇല്ല, ചെയ്യാൻ കഴിയാത്തത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? കലി പരീക്ഷത്തിനെ ഗ്രസിക്കുന്നു. എന്നാലും ബുദ്ധിയുടെ ശുദ്ധത നിമിത്തം മനസ്സിന്റെ വിക്രിയകൾക്ക് പാത്രമായാലും ഈശ്വരബോധം നിലനിൽക്കുന്നതുകൊണ്ട് അതിന് മുക്തി കിട്ടുന്നു, അല്ലെങ്കിൽ അത് സ്വതന്ത്രമാകുന്നു. ഇതാണ് ഈ കഥയുടെ സൂക്ഷ്മവശം, തത്വാർത്ഥം എന്ന് നമുക്കിതിനെ പറയാം. അപ്പൊ ഇത് മനസ്സിലായാലും ഇല്ലെങ്കിലും കലി എന്ന വാക്കിന് എന്താ പറയാ, മറ്റൊരു അർത്ഥതലമുണ്ട്. എന്താണ്?
അത് കാട്ടാനയാണ്, അത് മനസ്സാണ്. കലി എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ് അർത്ഥം. പിന്നെ എന്താ പറയാ, കലിയുടെ 5 സ്ഥാനങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതിനെ പഞ്ചവ്യസനങ്ങൾ എന്നാ പറയുന്നത്. നമ്മൾ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും 5 തരത്തിലുള്ള ദുഃഖങ്ങൾ. പരീക്ഷത്ത് കലിക്ക് നൽകിയ 5 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ചൂത്, ഹിംസ, മദ്യപാനം, വ്യഭിചാരം, സ്വർണം. വാസ്തവത്തില് ശാസ്ത്രങ്ങളിൽ പുരുഷന്റെ 5 വ്യസനങ്ങളായിട്ട് തീരുന്നത് എന്തൊക്കെയാണ്? സ്ത്രീ സേവ, മദ്യപാനം, ചൂതുകളി, നായാട്ട്, ധനം. അല്ലെ? അപ്പൊ മേൽപ്പറഞ്ഞ 5ലും കലി വസിക്കുന്നു എന്നർത്ഥം. വാസ്തവത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിലെ സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് കലിയുഗത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ള പ്രവൃത്തികൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. നമ്മൾ ആധുനിക സംസ്കാരം എന്ന് വിളിക്കുന്ന ആ പ്രാകൃതമായ ജീവിത രീതികളില് മദ്യപാനം, മാംസഭക്ഷണം, ചൂതുകളി, അല്ലെ, ഗാംബ്ലിംഗ് എന്നൊക്കെ പറയും, വ്യഭിചാരം, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം ഇന്ന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ സ്വർണം എന്ന് ഉദ്ദേശിച്ചത് എന്താ? ധനത്തിനെ തന്നെയാണ്. സ്വർണത്തെ മാറ്റിയാൽ നമുക്ക് എന്താ? സ്വർണം കടയിൽ കൊടുത്താൽ നമുക്കത് ധനമാക്കി മാറ്റാം, അല്ലെ? സ്വർണം എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ധനം തന്നെയാണ്. ധനത്തിന് വേണ്ടി, ധനം ഉള്ളത് കൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു കാര്യമാണ്. എന്താ? ഈ 5 പ്രവർത്തികൾ ഉള്ളിടത്തെല്ലാം കലിയുടെ പ്രഭാവമുണ്ട്. അവര് മനുഷ്യനെ നശിപ്പിക്കുന്നു. അപ്പൊ കലിയുടെ പ്രഭാവം ഉള്ളത് കൊണ്ട് ജനം ഈ 5നും വശമതരാകുന്നു. അങ്ങനെയുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ചിത്രമാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന് വശമതരായി മനുഷ്യൻ അധപ്പതിക്കുന്നു. അവന്റെ നാശം, അവന്റെ മരണം ഇതുകൊണ്ട് തന്നെ സംഭവിക്കുന്നു. ഇപ്പൊ കലിയുഗ ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഒരു ഖജനാവാണ്, ഇല്ലേ? അതിൽ ഒരു ഗുണമുണ്ട്. രാജാവേ, കലിയുഗത്തിലെ കേവലം ഭഗവാന്റെ ഗുണാനുകീർത്തനം ഒന്നുകണ്ട് തന്നെ ആ ഈശ്വരനിലേക്ക് ആ ഒരു ഈശ്വര ലാഭവും മുക്തിയും കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ എല്ലാത്തിന്റെയും അവസാനം എന്താ പറയുന്നത്? ഈശ്വര ഭജനം കൊണ്ട് മാത്രമേ എല്ലാം സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ആ കലിയുടെ പ്രഭാവം എന്താണ്? ഇനി നമുക്ക് കാലഗണനയും യുഗങ്ങളും കൂടെ ഒന്ന് നോക്കാം. കാരണം ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോ നമ്മൾ യുഗത്തിന്റെ പ്രാധാന്യങ്ങളും കൂടെ നോക്കണം. കാരണം പ്രധാനികളാണ്, അല്ലെ, ഓരോ യുഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കലിയുഗമാണെന്ന് പറയുന്നു. അവരുടെ പ്രവൃത്തി കാലഘട്ടം എങ്ങനെയാണ്? ഇപ്പൊ കലിയുഗം, കാലം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു അനുഭവമാണ്, അല്ലെ? കാലം ദൃശ്യമോ ശ്രവ്യമോ അല്ല, അനുഭവമാണ്, അല്ലെ? കാലത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ, കേൾക്കാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ ആ ഒരു അനിഷേധ്യമായിരിക്കുന്ന ഒരു പ്രഭാവം സർവ്വവ്യാപകവുമാണ്. അപ്പൊ കാലത്തിൽ നിന്ന് ചരിത്രങ്ങൾ ഉണ്ടാകുന്നു, കാലത്താൽ മായ്ക്കപ്പെടുന്നു, അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. ഇങ്ങനെ കാലം എന്ന് പറയുന്നത് ഒരു തുടർക്കഥയാണ്, അല്ലെ? നമ്മൾ പറയും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, കാലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കാലത്തിന്റെ ഗോപുര ദ്വാരങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവരാണ്. കാലം നമ്മളെ പ്രകടമാക്കുന്നു. അഥവാ കാലത്തിന്റെ ഒരു പ്രത്യേക സന്ധിയിൽ സംഭവിക്കുന്ന ചരിത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം. ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണെങ്കിലും ഒരിക്കലും അത് മരണത്തിൽ അവസാനിക്കും, ഇല്ല? ജന്മം എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പൊ കാലഘട്ടത്തിൽ എന്നോ സംഭവിച്ച ഒരു തന്മാത്രയാണ് നമ്മള് ഓരോരുത്തരും. അപ്പൊ അനന്തമാണ്, അനന്തതയാണ് കാലത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അവസാനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിൽ പൊങ്ങി വരുന്ന വെറും ഒരു കുമിളകൾ മാത്രമാണ്. അപ്പൊ സംഖ്യയുടെ അനന്തത പോലെ, ലോകത്തിന്റെ വിസ്തീർണത്തിന്റെ അനന്തത പോലെ, ആകാശത്തിലെ താരങ്ങളുടെ അനന്തത പോലെ അനന്തം എന്ന് പറഞ്ഞാല് കാലത്തിന്റെ ആദി കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. വിശ്വം 4 ചുമരുകളില്ലാത്ത ഒരു ഗൃഹമാണ്. നമുക്കതിന്റെ ചുവര് എവിടെയാണ്, ഇതിന്റെ അതിർത്തി രേഖ എവിടെയാണെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. എന്നാൽ അനന്തവും അനാദിയുമാണെങ്കിലും ശൂന്യത എന്ന ഒന്ന് നമുക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലേ? കാരണം എന്താ? നമ്മളുണ്ട്, ലോകമുണ്ട്, കർമ്മങ്ങളും സംഭവങ്ങളും ചരിത്രങ്ങളും ഉണ്ട്, അല്ലെ? മുൻപില്ലാതിരുന്നത് പിന്നീട് ഉണ്ടാകുന്നു, നേരത്തെ ഉണ്ടായിരുന്നത് നശിച്ചു പോകുന്നു, വലിയ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നു, മട്ടുപ്പാവുകള്, അല്ലെ, പഴഞ്ചൻ കെട്ടിടങ്ങളാകുന്നു, പഴഞ്ചൻ കെട്ടിടങ്ങളെല്ലാം മട്ടുപ്പാവുകളായിട്ട് മാറണു, കുടിലുകള് അമ്പരചുംബികളാകണു, അല്ലെ? പ്രകൃതിയിൽ വൻ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഇത് അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അഥവാ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കണം, ഇല്ലേ എന്നർത്ഥം. അപ്പൊ മനുഷ്യജന്മം ഈ ലോകത്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ്? സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുകയില്ലെങ്കിലും സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ അത്ഭുതം തോന്നും. കാരണം മനുഷ്യൻ എന്ന സൃഷ്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ കാലത്തെയോ ലോകത്തെയോ അതിനതീതമായിരിക്കുന്ന എന്തെങ്കിലുമോ ആരും തിരിച്ചറിയുമായിരുന്നില്ല. അപ്പൊ മനുഷ്യ സൃഷ്ടിയിൽ ഏതോ ഒരു ഗൂഢോദ്ദേശമുണ്ട്. ഭഗവാൻ മനുഷ്യരെ സൃഷ്ടിച്ചതിൽ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യമുണ്ട്. എന്തിനോ വേണ്ടി
മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് നമ്മുടെ മനുഷ്യ സൃഷ്ടികളെ നമ്മൾ കാണേണ്ടത്. കാരണം ഇത് അത്ഭുതങ്ങളാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അന്വേഷിച്ച് എത്താൻ വേണ്ടി, അതായത് ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, കാരണം അത് ഇവിടുത്തെ ഓരോ മനുഷ്യനും സ്വതന്ത്രമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. കാരണം അതിന്റെ ഒരു ശ്രമം, താൻ വന്നത് എവിടെ നിന്നാണ്, തിരിച്ച് എവിടേക്കാണ് പോകുന്നത്, അല്ലെ, തന്റെ ആ ഒരു എവിടുന്ന് ഉത്ഭവ സ്ഥാനം, അത് ഇനി ഏത് കാലത്തിലൂടെ പോയാലും മനുഷ്യൻ എന്നുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ബുദ്ധി ഉണ്ടാവുക. കാരണം കാലം അതിന്റെ കണക്കുകൂട്ടലിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യന്റെ ആ ബുദ്ധിതലം എന്ന് പറയുന്നത് തന്റെ വരവ് എന്തിനു വേണ്ടിയായിരുന്നു, താൻ എവിടേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ കാലത്തിന്റെ നിർണയം അന്വേഷിച്ചെത്തുമ്പോൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭജനമുണ്ട്. കാരണം ശാസ്ത്രങ്ങളിലെ യുഗം എന്ന ആ ഒരു സംജ്ഞയാണ്. കാരണം യുഗങ്ങളായിട്ട് പരിണമിക്കുകയാണ് കാലം. കാലത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം യുഗത്തിന്റെ പേരിലൂടെ, അല്ലെ, നമുക്ക് എന്തോ ഒരു അനുഭൂതി കൈവരുത്തുന്നുണ്ട്. ഒരുപക്ഷെ കാലം എന്ന് ഓർക്കുമ്പോൾ കാലത്തിന്റെ സ്വരൂപം പ്രകടമാകുന്നത് ഒരു സമ്പൂർണ്ണ പദമല്ല യുഗം എന്ന് നമുക്ക് തോന്നും. യുഗം എന്ന് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ഗഹനമായിട്ടൊരു മുഴക്കം അനുഭവപ്പെടണം. ആ ശബ്ദം ഉതിർക്കുമ്പോൾ നാം മുന്നോട്ട് നീങ്ങുന്ന പോലെ തോന്നും, അല്ലെ? ഗം എന്ന് ഉച്ചരിക്കുമ്പോൾ എന്തിനേയും അകത്തേക്ക് ഒതുക്കുന്ന പോലെ. അപ്പൊ വാസ്തവത്തിൽ കാലത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ഗമിക്കുക. എങ്കിൽ എങ്ങനെയാ ഗമിക്കുന്നത്? എല്ലാത്തിനും പിന്നോട്ടാക്കിക്കൊണ്ട് കാലത്തിന്റെ കാലത്തിൽ തള്ളപ്പെടുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ പോലും സമയം പോകുന്നത് എപ്പോഴാണ്? മുന്നോട്ടാണ്. അതായത് ഇന്നലെകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നാളെയിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. അതായത് ഈ കാലം എന്ന് പറയുന്നത് ഒരു ചാക്രിക സ്വഭാവമുള്ളതാണ്, ചക്രത്തെ പോലെയാണ്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.